അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല ഉഗ്രൻ ചീസി പിസയാണ്. ചീസി പിസ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതിനിപ്പോൾ ഓവൻ വേണ്ടേ? ഇതിന് ഓവൻ വേണ്ട. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഓവൻ ഇല്ലാണ്ട് നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പിസ്സ ഉണ്ടാക്കാൻ പറ്റും. ഒരു പണിയുമില്ല. ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ വീട്ടിലുള്ള ഒരാൾ തന്നെയാണ്. അപ്പം എനിക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ കഴിയും. നമ്മളുടെ സാധാ നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ ഒരു പാനിൽ വെച്ചിട്ട് ഒരു ചെമ്പിലോ പാനിലോ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. ആദ്യം തന്നെ ഞാനിതിൽ 2.5 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കപ്പെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ സ്റ്റീൽ ഗ്ലാസ് ഇല്ലേ, അതിൽ 2.5 ഗ്ലാസ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈസ്റ്റ് ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഷുഗർ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ ഉപ്പ് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനൊരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആട്ടപ്പൊടിയും ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആദ്യം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും എല്ലാ ഇൻഗ്രീഡിയൻസും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യണമില്ല എന്നുണ്ടെങ്കിൽ എല്ലായിടത്തും യൂണിഫോം ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഏതൊരു നമ്മൾ സ്റ്റീൽ ഗ്ലാസ്സിലല്ലേ വീറ്റ് എടുത്തത്, അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ 1.25 ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിട്ട് തിളപ്പിച്ച് ഇച്ചിരി ആറിയ വെള്ളം, അധികം ആറിപ്പോകരുത്, എന്നാലും ചൂട് വേണം, കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂട്. എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈദ എടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ മൈദ ശരീരത്തിന് നല്ലതല്ല. കാരണം മൈദ നമ്മൾ ഒത്തിരി കഴിച്ച് അത് കേടാണ് ശരീരത്തിന്. അപ്പോൾ അതിന് കാരണമാണ് ഞാൻ വീറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഒരു ബൗൾ എടുക്കുക. അതിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഒരു ടവൽ കൊണ്ട് മൂടി വെച്ച് കൊടുക്കുക. ഒരു ടവൽ ഇച്ചിരി അതിൽ എയർ കയറണം, അതിനാണ് ടവൽ വരുന്നത്. ഇനി നമുക്ക് പ്യൂരി ഉണ്ടാക്കി തുടങ്ങാം. പ്യൂരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ടൊമാറ്റോ പ്യൂരി പുറത്തുനിന്ന് കിട്ടും, പക്ഷേ ഇതാണ് ഇച്ചിരി കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലെന്ത് ചെയ്യുക, 2 ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ തൊലി കളയണം. നമ്മൾ നന്നായിട്ട് തൊലി കളഞ്ഞു കൊടുക്കുക. ഞാൻ ഐസിലിട്ട് കൊടുത്തത് അതിൻ്റെ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ചൂടാറിയതിന് ശേഷം എൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചു കൊടുത്താലും മതി. മിക്സിയിലിട്ട് നന്നായി അടിക്കുക. കുറച്ച് വെള്ളം, അതിൽ നിന്ന് കിട്ടിയ വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് അടിച്ചിട്ട് നന്നായിട്ട് തരിച്ചൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. നമ്മുടെ പ്യൂരി റെഡിയാണ്. എനിക്ക് ടൊമാറ്റോ പ്യൂരി ഇങ്ങനെ ഉണ്ടാക്കാനാണ് ഇഷ്ടം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാം. പിസ്സ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കിയത്. അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ ഉണക്കൽ മുളകില്ലേ, അത് പൊടിച്ചതാണ്. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ പഞ്ചസാര. ചില്ലി ഫ്ലേക്സും ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. വേണേൽ 1/2 ടീസ്പൂൺ എടുത്താൽ മതി. 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അത് 1/2 ടീസ്പൂൺ ആയാൽ മതി. അതിലും കുഴപ്പമൊന്നുമില്ല. അത് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഡിഷാണ്. പിന്നെ ഞാനതിൽ കൂടുതലായിട്ട് ആഡ് ചെയ്ത് തുളസിയുടെ ഇല ഒരു 4 എണ്ണം, കഞ്ഞിക്കൂർക്കയുടെ ഇല ഒരു പകുതിയും, 1/4 പാതി ചെറുത് ആ ടേസ്റ്റിന്. എൻ്റെ അടുത്ത് ഒറിഗാനോ ലീവ്സ് ഇല്ല, പക്ഷേ ഇത് ചേർത്താലും ഞാൻ ഉറപ്പ് തരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഞാൻ ചോപ്പ് ചെയ്തിട്ടുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് വെളുത്തുള്ളി അതുപോലെ അരിഞ്ഞ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1/2 ബോട്ടിൽ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ എടുക്കുക. അതിൽ കുറച്ച് ഓയിൽ കൊടുക്കുക. കുറച്ച് ഒലിവ് ഓയിലാണ് ഇതിൽ ചേർക്കേണ്ടത്. പക്ഷേ ഒലിവ് ഓയിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കതിൽ ചോപ്പ് ചെയ്തിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടാണ്ട് ഒരു മീഡിയം ലോ ഫ്ലെയിം കീപ്പ് ചെയ്യുക എപ്പോഴും. എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് വറ്റി കുറുകി വരണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഒന്നങ്ങനെ ആയി തോന്നുകയാണെങ്കിൽ നമുക്ക് തുളസിയുടെ ഇലയും കഞ്ഞിക്കൂർക്കയുടെ കുറച്ച് ഇലയും ചേർത്ത് കൊടുത്തിട്ട് ബാക്കി നമ്മളെ സ്പൈസസും ഷുഗറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നിങ്ങായി വരുമ്പോൾ നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. അത് നിങ്ങൾ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ് ടൊമാറ്റോ പ്യൂരിയിൽ, നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 1/2 ടീസ്പൂൺ മാത്രം കുരുമുളകൊക്കെ ചേർത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട്
ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഒന്നിങ്ങ് ടൈറ്റായി വരുന്നത് അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് സെർവ് ചെയ്യാം. ഇനി നമുക്ക് പിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡിയാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോണ് അധികം എടുത്തിട്ടില്ല. എന്നിട്ട് അതിലൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളകും, കുറച്ച് ഓയിലും, പിന്നെ 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് ചിക്കൻ വേണ്ടാന്നുണ്ടെങ്കിൽ എഗ്ഗോ, ഇനിയിപ്പം നിങ്ങൾക്ക് ബീഫാണെന്നുണ്ടെങ്കിൽ ബീഫോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഞാനിവിടെ ഇത് ചെയ്യാൻ വേണ്ടി ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ക്യാപ്സിക്കം കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒനിയൻ ചോപ്പ് ചെയ്തതുണ്ട്. പിന്നെ അതുപോലെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ മല്ലിയില, പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഞാൻ പിച്ചി ഇട്ടതാണത്. നമ്മൾ ചിക്കൻ വെന്ത ചിക്കനില്ലേ, അത് നന്നായിട്ട് പിച്ചി ചേർത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നത്. ക്യാപ്സിക്കം ഇതിന് വല്ലാത്തൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ, നല്ലൊരു സ്മെല്ലും ടേസ്റ്റും കൊടുക്കും. അതുകൊണ്ട് ക്യാപ്സിക്കം മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഇനി ഇതിലൊന്നും ഇല്ലാത്ത ഐറ്റംസ് ആണെങ്കിൽ, ഇതൊക്കെ പൊതുവെ വീട്ടിലുള്ള ഐറ്റംസ് ആണ്, ചിക്കൻ മാത്രമായിരിക്കും ഇല്ലാത്തത്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള മൊസറല്ല ചീസാണ്. ഇത് നമ്മളെല്ലാം ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണേണ്ടതാണ്. 110 രൂപ ഇതിന് വിലയുള്ളൂ കേട്ടോ. 1 അവറിന് ശേഷം നമ്മളുടെ മാവൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ നല്ല ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുഴക്കാൻ ഒന്നിനും നിൽക്കരുത്. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് എടുത്തിട്ട് പരത്തി കൊടുക്കാം. ഇതുകൊണ്ട് നമുക്ക് 2 പീസ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ 1 ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതിൽ നിന്ന് 7 പീസ് നമുക്ക് കിട്ടും കേട്ടോ. ഈ പീസയിൽ നിന്ന് ഇത്രയും മാവ് എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 7 പീസ് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനൊരു പത്തിരി ചട്ടി എടുത്തിട്ട് ഇതിൽ ഇട്ടിട്ട് പരത്താണ് ചെയ്തത്. ഇനി അത് എടുത്തിട്ട് നമുക്കൊരു പാനിൽ വെക്കാം. പാനിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഫോർക്ക് വെച്ചിട്ട് അതിന് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. അടിയിൽ നിന്ന് ചൂട് മേൾക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിൽ കുറച്ച് ടൊമാറ്റോ, നമ്മൾ നേരത്തെ വെച്ച പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. ഈ പിസ്സ സോസിന് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന വേണം. ഇത് നല്ലൊരു ടേസ്റ്റാണിത്. അത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ഒട്ടുമിക്ക വീട്ടിലുള്ള ഐറ്റംസ് മാത്രമേ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി മൊസറല്ല ചീസ് മാത്രം, ചിക്കനൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ടി വരുന്നുള്ളൂ. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചീസ് നല്ലൊരു സ്മെല്ലാണ്. ഇത് നല്ല ചീസാണ് കേട്ടോ. മിൽക്കി മിസ്റ്റിൻ്റെ ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ചീസാണ്. ഇനി നമുക്കത് എല്ലായിടത്തും നമ്മൾ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് മുകളിൽ ഒരുപാട് ചീസങ്ങ് മുകളിൽ അത്യാവശ്യം ചീസ് നിൽക്കണം, എന്നാലേ തൊട്ടി പിടിച്ച് നിൽക്കുള്ളൂ. ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒക്കെ വെതറിട്ട കാരണം നമുക്ക് സൈഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും. 15 മിനിറ്റ് നമുക്ക് ആവശ്യമുള്ളൂ. 15-20 മിനിറ്റ് അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ പിസ്സ ഇതാ റെഡിയാണ്. നല്ല ചീസി പിസ്സയാണ് കണ്ടോ. നല്ല അടിപൊളി പിസ്സയാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ താഴ്ഭാഗം ഇച്ചിരി സ്റ്റിഫായിരിക്കും, കാരണം അത് ചപ്പാത്തി മാവാണ്, അതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് ആട്ട മൈദ വേണമെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിന് പകരം മൈദ ചേർത്ത് കൊടുത്താലും മതി. ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് തന്നെ ചേർത്തിട്ട് മൈദ ചേർത്താലും മതി. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ ചപ്പാത്തി മാവല്ലേ, അപ്പോൾ അത് യൂസ് ചെയ്യാൻ നോക്കാം. എന്തായാലും അടിപൊളി പിസ്സയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും വരാം. അതുവരെ അസ്സലാമു അലൈക്കും.